വാട്ട് എ ഡേ മാൻ, വാട്ട് എ ഡേ. എന്ത് രസമുള്ള ദിവസമാണെന്ന്. എന്താ ഒരു രസം അവിടെ ഇരുന്നാണ്ട് ഇങ്ങനെ കാറ്റുകൊള്ളാൻ. ഹലോ ഗൈസ്, ലിറ്റിൽ ഗെയിമർ മറ്റൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ കുറേ കാലവും കാര്യങ്ങളൊക്കെ എടുത്ത് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു കിഴിയും വീഡിയോ തന്നെ വന്നിരിക്കണം. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ. അപ്പോൾ ഞാനിലേക്ക് പോകാം. എന്താ ഷിൻചാൻ ഒച്ച ഉണ്ടാക്കി മനുഷ്യന്മാരെ വിളിച്ചു കൂട്ടണം? എന്താ പ്രശ്നം? സ്കൂള് പോയിട്ട് അല്ല, നിന്റെ കഷ്ടകാലം അപ്പം മുതൽ തുടങ്ങി. പൂവ നീ നിക്ക്, എനിക്കെന്താ കോൾ ഇടുന്നു, ഞാനൊന്ന് നോക്കി നോക്കട്ടെ. ഹലോ മൈക്കിളെ, എന്താടാ പ്രശ്നം? എടാ ഞാൻ എന്റെ വീട്ടിൽ കുറിഞ്ചിന്റെ കാര്യം പറ. ഫ്ലാഗിൽ നീ പെട്ടെന്ന് എയർപോർട്ടിൽ പോയി, ഞാൻ അവിടെ ഉണ്ടാവും. പെട്ടെന്ന് ഒരു അർജന്റ് കാര്യം പറയാനുണ്ട്. ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ വരാം, നീ വെയിറ്റ് ചെയ്യാ അവിടെ. ഗൈസ്, മൈക്കിൾ എന്തോ കാര്യത്തിന് വിളിച്ചിട്ടുണ്ടാ ഗൈസ്, എന്താണെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും ഷിൻചാനും പാടിയും കൊണ്ടുപോകാം. ഷിൻചാനെ മൈക്കിൾ ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു, പറയാണ് എയർപോർട്ടിൽ എല്ലാരും എന്തോ ഒരു പ്രശ്നം എന്തത്രേ. ബീച്ചിൽ പോവാ, നമുക്ക് ആ വഴി കൂടി അങ്ങനെ ബീച്ചിൽ പോകാനെ കണ്ട് നമ്മള് ഷിൻചാൻ കുളിച്ചു മാറ്റി കയറിയതൊക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും നേരെ നമ്മള് വണ്ടി എടുത്ത് നമ്മളെ മൈക്കിളിന്റെ അടുത്തേക്ക് പോവാം. എയറിൽ വെയിറ്റ് ചെയ്യുന്ന പറയും, നമുക്ക് നേരെ പോവാം ഗൈസ്. അപ്പോൾ വീഡിയോയിലേക്ക് നമ്മൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താലോ സബ്സ്ക്രൈബ് ചെയ്യുക. സപ്പോർട്ട് ഉണ്ടായാലും നമുക്ക് ഇനി വീണ്ടും വീഡിയോ ഇടാൻ പറ്റും. അപ്പോൾ നേരെ നമുക്ക് പോവാം. നമ്മൾ ഫൈനലി നമ്മൾ എയർപോർട്ടിന്റെ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും നേരെ ഇങ്ങോട്ട് കയറാം. അറിയില്ലല്ലോ, നമുക്ക് പോയോക്കിയോക്കാം. മൈക്കിളെ, എന്താണ് പ്രശ്നം? ഫ്രാങ്ക്ലിനെ, ഇവിടുത്തെ എന്താ പ്രസിഡന്റ് ഉണ്ടല്ലോ, ഒരു ഓഫർ തന്നിക്കുന്നു. നമ്മളെ ചന്ദ്രനിലേക്ക് പോയിക്കാണ്ട് അവിടെ ഏലിയൻ ഉണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോ എടുത്ത് കൊണ്ടുവന്ന 10,000 രൂപ കിട്ടുന്നു. അത് ഞാൻ എന്നെ വിളിച്ചായിരുന്നു. എനിക്ക് പോകാൻ പേടിയാണ്. നമുക്ക് 50-50 ആയിട്ട് എടുക്കാം. 10 ലക്ഷം രൂപയോ? ഓക്കെ, നമുക്ക് എന്തായാലും 50-50 ആക്കി ഇരിക്കാം. ഇനി റോക്കറ്റ് ഒക്കെ വേണേ, അതെവിടെ? റോക്കറ്റിലൂടെ ഈ മുമ്പിൽ നടക്കുന്നത്. എനിക്ക് ബുദ്ധിയില്ല, അത് റോക്കറ്റ് അല്ലടാ, അത് പ്ലെയിൻ അല്ലേ. എടാ, അത് റോക്കറ്റ് പ്ലെയിനാടാ. അതില് നമുക്ക് ഇരുന്ന് പോവാൻ പറ്റുമോ? റോക്കറ്റിന്റെ അതേപോലെ തന്നെയാണ്. ഓക്കേടാ, ഞാൻ നീ ഇവിടെ കിട്ടോ, ഞാൻ എന്തായാലും അങ്ങോട്ട് പോയി നോക്കിയോട്ടെ. നമുക്ക് നമ്മളെ പ്ലെയിൻ എടുത്ത് നേരെ നമുക്ക് നമ്മളെ മൂണിലേക്ക് പോവാ ഗൈസ്. അവിടെ എന്താ ഏലിയൻസ് എന്നാ പറയുന്നത്. നമുക്ക് എന്തായാലും നേരെ നമ്മളെ വണ്ടി എടുത്ത് പറപ്പിച്ച് വിടാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളെ വണ്ടി എടുത്തിട്ടുണ്ട്, നേരെ പോകാം. നമ്മളെ ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് നേരെ നമുക്ക് പോവാ ഗൈസ്. ഓക്കെ ഗൈസ്, ഈ സംഭവം ശരിയാട്ടോ, പറഞ്ഞ പോലെ തന്നെ ഇത് റോക്കറ്റിനെ പോലെ കുത്തനെ പോണത് ഗൈസ്. ഓക്കെ, ആർക്കും മനസ്സിലാവാതിരിക്കണം, അല്ലെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാകുമ്പോൾ നമ്മളവിടെ തിരക്കൂടില്ല. അതുകൊണ്ട് ഈ കാര്യം ഗൈസ് ഓൻ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടാവുക. നമുക്ക് അതുകൊണ്ട് ഈ പ്ലെയിൻ എടുത്ത് നേരെ നമുക്ക് നമ്മുടെ ചന്ദ്രനിലേക്ക് പോവാം. നമ്മൾ ഫൈനലി ചന്ദ്രനിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതെന്താ ഗൈസ്, ഏലിയൻ ഷിപ്പ് ഒക്കെ. അപ്പോൾ ഇവിടെ ശരിക്കും ഏലിയൻസ് ഉണ്ടോ? എൻ്റെ എടാ, ഷിൻചാൻ ശബ്ദമല്ലേ? നീ എന്തിനാ ഇങ്ങോട്ട് എന്നോട് അവിടെ നിക്കാല് പറഞ്ഞത്? നിന്റെ ബാക്കിലെ ഏലിയൻസ്, നീ അങ്ങോട്ട് മാറിക്ക്. ഷിൻചാനോട് പറഞ്ഞതാണ് ഇങ്ങോട്ട് വരണ്ട പൊട്ടാൻ ഇങ്ങോട്ട് വന്നിക്കണു. അയ്യോ ഗൈസ്, എന്റെ കയ്യിലാകെ ഈ പിൻസ്റ്റലും പിന്നെ ഒരു ഗണ്ണും മാത്രമേ ഉള്ളൂ. 3 ഗണ്ണുള്ളൂ. ആ ഗണ്ണുകൊണ്ട് കൊല്ലാൻ പറ്റുമെന്ന് അറിയില്ല ഗൈസ്. ഇതിന് കുറച്ച് ബുള്ളറ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിലൊക്കെ കൊല്ലാം. ഓ നോ ഗൈസ്. ഓക്കെ, നമ്മളെല്ലാത്തിനും അങ്ങോട്ട് കൊന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഇനി പോടാ. ഷിൻചാൻ പിന്നാലെ പാടാ. ഷിൻചാനെ എന്താണ് ഇങ്ങോട്ട് ഓടിയാണ് ഷിൻചാനെ? ഷിൻചാനെ രക്ഷിക്കണം. നമ്മളെ ഗണ്ണ് എടുക്കട്ടെ ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഷിൻചാനെ കഴിച്ചിട്ട് ഗണ്ണ് എടുക്കട്ടെ. ഓ നോ ഗൈസ്, ഗണ്ണത്തെ ബുള്ളറ്റും കഴിഞ്ഞു. നമ്മളെ മുമ്പ് ഏലിയൻസ് വരുന്നു. ഷിൻചാൻ അവിടെ ഏലിയൻസ് വേറെ ഏലിയൻസ് തിന്നാണ് ഗൈസ്. എന്തോന്ന് അറിയില്ല ഗൈസ്. ഷിൻചാൻ എന്താ കാട്ടുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒറ്റ വയ്യൽ പറഞ്ഞ് ഓടുക ഗൈസ്. നമുക്ക് ഷിൻചാനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഗൈസ്. അപ്പോൾ അതിന് നമുക്ക് ബുള്ളറ്റൊക്കെ എടുത്തുങ്ങാണ്ട് തിരിച്ചിങ്ങോട്ടാണ് വന്ന് നമ്മൾ ഷിൻചാൻ രക്ഷിക്കണം ഗൈസ്. ഓ നോ, നമ്മൾ ബാക്കിൽ തന്നെ ഉണ്ട് ഗൈസ്. നമുക്ക് നേരെ പ്ലെയിൻ എടുത്തുങ്ങാണ്ട് നമുക്ക് നേരെ നമ്മളെ ഭൂമിയിലേക്ക് തന്നെ പോകാം. നമ്മളെ എർത്തിക്ക് തന്നെ പോവുക ഗൈസ്. ഓക്കെ, നമ്മളെ പ്ലെയിൻ എടുത്തുങ്ങാണ്ട് നമുക്ക് നേരെ പോവുക ഗൈസ്. നമ്മൾ ഷിൻചാനെ രക്ഷിക്കണം.
ഗൈസ് നമ്മളുടെ പ്ലെയിൻ എടുത്തുങ്ങാണ് നേരെ നമ്മളെ സിറ്റിയിലെത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഇവിടെ കറക്റ്റാക്കി ലാൻഡ് ചെയ്യുക ഗൈസ്. നമ്മളെ ഷിൻജാൻ എന്ത് വില കൊടുത്ത് രക്ഷിക്കണം, കാരണം അവനെ നമ്മളെ ഏലിയൻസിൻ്റെ അവിടെ ഇട്ടിട്ടാണ് പോണിക്കുന്നത് ഗൈസ്. അവനെന്തെങ്കിലും ചെയ്യുമോയെന്ന് അറിയില്ല ഗൈസ്. എന്തായാലും നമുക്ക് ഇവിടെ ഇങ്ങാണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ലാൻഡ് ചെയ്യിപ്പിക്കുക ഗൈസ്. നമുക്കെന്തായാലും പിന്നെ നമ്മളെ ഷിൻജാനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, അതൊക്കെ നമുക്ക് പ്ലാൻ ചെയ്ത് പോകണം. പിന്നെ നമ്മൾ ബുള്ളറ്റും കാലൊക്കെ എടുത്തേക്കണം. അപ്പം നമുക്ക് എന്തായാലും സേഫ് ലാൻഡിങ് ചെയ്തിങ്ങാണ്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചാൽ നമ്മൾ ഫൈനലി നമ്മളെ പ്ലെയിന് ക്രാഷ് ലാൻഡ് ആക്കാൻ നമ്മൾ നേരെ വേണം ലാൻഡ് ആക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഇതാ ലാൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ഷിൻജാനെ രക്ഷിക്കണം ഗൈസ്, എങ്ങനെയെങ്കിലും ഷിൻജാനെ രക്ഷിക്കണം. നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി ഇവിടെ ജസ്റ്റ് പാർക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതിൽ നമ്മൾ ഷിൻജാൻ രക്ഷിക്കുന്നതിൻ്റെ ഈ കാര്യം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ലക്കിഡിലൻ പൊളിക്കോസ്റ്റ് വീഡിയോ എല്ലാവർക്കും ബൈ ബൈ.